കാർഗിൽ വാറിൽ യൂസ് ചെയ്ത MiG-21 ഫ്ലൈറ്റ് ആണ് ഈ കാണുന്നത്. കാർഗിൽ വാർ മരിച്ചുപോയ ഓരോ പട്ടാളക്കാരൻ്റെയും പേര് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഓരോ പേരുകളും നമുക്കവിടെ കാണാൻ പറ്റും. ഓരോ ജീവത്യാഗം ചെയ്ത ഓരോ പട്ടാളക്കാരൻ്റെയും പേരുകളാണ് ആ ശിലയിൽ. ഓരോ ശിലകളിലും നമുക്ക് തന്നെ അവിടെ ക്യാപ്റ്റൻ വിക്രം ബാട്ര നമുക്ക് കാണാൻ പറ്റും. കാർഗിൽ വാറിൽ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ക്യാപ്റ്റൻ വിക്രം ബാട്ര. അത് അന്ന് ബാറ്റിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു വലിയ എന്താ പറയുക ലോഞ്ചർ, മിസൈൽ ലോഞ്ചർ ഇത് അവിടെ കാണാൻ പറ്റും. എന്ത് ഹൈറ്റിലാണെന്ന് നോക്കി, ഇതിങ്ങനെ ആ മിസൈൽ ലോഞ്ചർ നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇതുപോലെ എയിം ചെയ്തിട്ടായിരുന്നു അവരിങ്ങനെ അത് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ആർമിയുടെ പിടിച്ചെടുത്ത എനിമി ഷെൽട്ടേഴ്സാണ് ഇതായി കാണുന്നത്. ടൈഗർ ഹില്ലിൽ നിന്ന് പിടിച്ചെടുത്ത പാകിസ്ഥാൻ ആർമിയുടെ ഷെൽട്ടേഴ്സാണ് ഇതായി കാണുന്നത്. കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലോഞ്ചറൊക്കെ നമ്മൾ കുരുക്ഷേത്ര മൂവിയിലൊക്കെ ഒരുപാട് കണ്ട, അന്നത്തെ മറ്റേ വാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വലിയ മിസൈൽ ലോഞ്ചേഴ്സ്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പം വളരെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ കാർഗിൽ വാർ എന്ന് പറഞ്ഞ ആ ഒരു വലിയ യുദ്ധത്തിൻ്റെ അനുസ്മരണമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് മരിച്ച നമ്മുടെ ധീര ജവാന്മാരുടെ സ്റ്റാറ്റ്യൂസും വിമാനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കിത് ആ ഒരു വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരുകളൊക്കെ കൊത്തിയിട്ടുള്ള ആ ഒരുപാട് ശിലകൾ ഇങ്ങനെ കാണാൻ പറ്റും. അവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഇതാ ഷഹീദോं की चिताओं पर लगेगा हम हर बरस मेले वतन पर मरने वालों का यही बाकी निशान होगा. എല്ലാ ഇന്ത്യൻ ജവാന്മാരെയും സല്യൂട്ട് ചെയ്യാണ്. ഇത് നമ്മളവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കണ്ടതാണ്. അപ്പം ഇവരുടെ ഈ ഒരു കാറിലായിരുന്നു എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി ഞാൻ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് കാർഗിലോട്ട് പോവാണ്. താങ്ക് യു സോ മച്ച് ഭയ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, നൈസ് ടു മീറ്റ്. അങ്ങനെ ഞാൻ കാർഗിലിലേക്ക് ലിഫ്റ്റ് കിട്ടുന്ന സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്, ഇവിടെയാണ് കേട്ടോ. അതായത് എയർപോർട്ടിൻ്റെ സൈഡാണല്ലോ. അതായത് നമ്മൾ കാർഗിലിൽ കഴിഞ്ഞ ദിവസം രാവിലെ വന്നിറങ്ങി അതേ സൈഡിൽ തന്നെയാണ് നമുക്ക് ട്രക്ക് കിട്ടുന്നത്. ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ പറ്റിയത് വൈകുന്നേരത്തെ ഒരു ലേയുടെ ഒരു കാഴ്ചയാണ്. ഞാനങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ലിഫ്റ്റ് അടിച്ച് വന്ന് ഇറങ്ങിയ ഒരു സ്ഥലമാണത്. അതാണ് ഈ കാണാൻ പറ്റും നമ്മുടെ ഈ ബോർഡ്. ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ട്രക്സിന് ലിഫ്റ്റ് കിട്ടുമെന്നാണ് കേട്ടത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കുറേ നേരമായിട്ട് നടന്നൊരു പരുവായി. എനിക്കിങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതാ നമ്മുടെ ഒരു ഇദ്ദേഹം ഇതാ കാണാൻ പറ്റും. ഇദ്ദേഹമാണ്. ഹായ് ബയ്യ, ഹായ്, ഹലോ, ഹായ്, ഹായ്. ഈ ബയ്യാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. ഇത് ഇവിടെ നിന്നൊരു 100 കിലോമീറ്ററോളം മുമ്പോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോകണമെന്നുള്ള ആലോചിക്കുക. എന്തായാലും 100 കിലോമീറ്റർ പുള്ളിയെ കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് വലിയൊരു ഉപകാരമായി. ठीक है भैया, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാൻ കാൽസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പം നമ്മുടെ എന്താ പറയുക ട്രക്കിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ദ്രാസ് പോകാനുള്ള ഒരു പ്ലാനാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഞാനിവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അത് നമ്മുടെ ഗോബി പൊറോട്ടയാണ്. ഗോബി പൊറോട്ട, അതുപോലെ ഞാൻ നമ്മുടെ കട്ടൻ ചായ ഓർഡർ ചെയ്യും, പിന്നെ അച്ചാറും. രാവിലെ കഴിച്ചാണ്, അതിനുശേഷം ഒന്നും കഴിച്ചില്ല. പക്ഷെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ലോറി പോകുന്നതാണ്. അടുത്ത് തന്നെ ട്രക്കിൻ്റെ ഒരു ചെക്ക് പോയിൻ്റ് ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദ്രാസ് പോകാനായിട്ടുള്ള ലോറി കിട്ടുമെന്നാണ് പറഞ്ഞു. അങ്ങനെ എനിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഈ വണ്ടിയിലാണ് ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ രാത്രി ഇവിടെ നിന്ന് ദ്രാസ് വരെ പോകാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ദ്രാസിലെത്തിയിരിക്കുകയാണ്. ഒറ്റ ആൾ പോലും നോക്കി ഫുള്ളിങ്ങനെ ഒഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരാൾ പോലും ഇവിടെ ഇല്ല. അങ്ങനെ ദ്രാസിലിവിടെ റൂം കിട്ടിയിരിക്കുകയാണ്. അതായത് 200 രൂപ എടുത്തിട്ട് റൂം കിട്ടിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ രാത്രി 1 മണിയായിട്ടുണ്ട്. ആ ഹോട്ടലുകാരനെ തട്ടി എണീപ്പിച്ചാണ് അവിടെ റൂം വാങ്ങിച്ചത്. നമസ്കാരം. ഞാനങ്ങനെ രാവിലെ ഇപ്പോൾ ദ്രാസിലാണുള്ളത്. കാണാൻ പറ്റും. ഇന്നലെ ഞാൻ സ്റ്റേ എടുത്ത് ആ ഹോട്ടലിലായിരുന്നു ഞാൻ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ ആ ഹോട്ടലിലായിരുന്നു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇവിടെ നിന്ന് കാർഗിലിലെ വാർ മെമ്മോറിയലിലോട്ട് പോവുകയാണ്. സോ എന്താ പറയുക, ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ട്. ദ്രാസിലാണ്. ഇപ്പോൾ കാണാൻ പറ്റും ദ്രാസിലെ കാഴ്ചകളാണ്.
ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ചെറിയ ബസ് എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞാൻ മെമ്മോറിയൽ പോകാനായിട്ടുള്ള ബസ് കിട്ടുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ കാണാൻ പറ്റും ഒരുപാട് ട്രക്സൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങ് മുകളിലായിട്ടുള്ള ആ ഒരു ഐസ് നിറഞ്ഞ ആ ഒരു മലയുടെ കാഴ്ചകൾ അതിമനോഹരമാണ്. സോ ഞാനിവിടെ ഇങ്ങനെ ബസ്സിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ 5 കിലോമീറ്ററാണ് നമ്മുടെ വാർ മെമ്മോറിയലിലോട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയലാണ് ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കാണാൻ പറ്റും. കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയലാണ് ഇതായി കാണുന്നത്. സോ ഞാനങ്ങനെ ഇതാ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാനൊരു പുള്ളിക്കാരൻ ഹാർലി ഡേവിഡ്സണിൽ ലിഫ്റ്റ് തന്നിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ കാണാൻ പറ്റും നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ. അവിടെ ഇതായി കാണുന്നതാണ് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ. ഇതായി കാണുന്നതാണ്. അങ്ങനെ ഇത് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ്. ഇത് എൻട്രിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോകുന്നത്. കാണാൻ പറ്റുന്ന അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു കാർഗിൽ വാർ മെമ്മോറിയലിലോട്ട് നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ ഉള്ളൊരു എന്താ പറയുക ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. അതായി കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ് ആ ഒരു മെമ്മോറിയലിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓരോ ആൾക്കാരുടെ ക്യാപ്റ്റൻ കേഷ്യൻ ക്ലിഫോർഡ് മോങ്ക്രം അങ്ങനെ ഒരുപാട് എന്താ പറയുക ധീര ജവാന്മാരുടെ സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഒരുപാട് ധീര ജവാന്മാരുടെ സ്റ്റാച്യൂസ് നമുക്ക് ഈ 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അവിടെ നമ്മുടെ ഒരു വാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു മിഗ് ഫ്ലൈറ്റ് അവിടെ വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് കാണാൻ പറ്റും. എന്താ പറയുക ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പം വളരെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു അല്ലെങ്കിൽ കാർഗിൽ വാർ എന്ന് പറഞ്ഞ ഒരു വലിയ യുദ്ധത്തിൻ്റെ അനുസ്മരണമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് മരിച്ച നമ്മുടെ ധീര ജവാന്മാരുടെ സ്റ്റാച്യൂസും വിമാനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പം എന്താ അവിടെ ഉള്ളിലൊരു വല്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം 1999 ഈ ഒരു കാർഗിൽ വാർ കടന്നിട്ടുണ്ട്. ആ വാർ ടൈമിൽ ഏതാണ്ട് 527ഓളം ധീര ജവാന്മാരാണ് നമ്മുടെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വീരമൃത്യു വരിച്ചത്. അപ്പോൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു കാണാൻ പറ്റും ഈ ഒരു മ്യൂസിയം ഇവിടെ കാർഗിൽ വാർ മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒട്ടേറെ മലയാളികളടക്കം മരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. എല്ലാവരെയും എന്താ പറയുക സ്മരിക്കുകയാണ്. അത് കാണാൻ പറ്റും. ഓരോ ധീര ജവാന്മാരുടെയും പേര് കൊത്തിയിട്ടുള്ള സ്റ്റാച്യൂസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന. ഇവിടെ ക്യാപ്റ്റൻ വിക്രം ബാട്ര നമുക്ക് കാണാൻ പറ്റും. കാർഗിൽ വാറിൽ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ക്യാപ്റ്റൻ വിക്രം ബാട്ര. അതുപോലെ തന്നെ അന്ന് നമ്മൾ വാറിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആ ഒരു മിസൈൽസ് ലോഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ച മെഷീൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ മിസൈൽ ലോഞ്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന ഇതാണെന്ന് യൂസ് ചെയ്തിരുന്ന മിസൈൽ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ അന്ന് മിസൈൽ ഇതിനായിട്ട് ലോഞ്ചിങ്ങിനായിട്ട് വെച്ചിരുന്ന വലിയൊരു മിസൈൽ ലോഞ്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ അന്ന് കാർഗിൽ വാറിൽ യൂസ് ചെയ്യുന്ന മിസൈൽ ലോഞ്ചേഴ്സ് ആണെന്ന് കാണാൻ പറ്റും. ഇവിടെ വെച്ചിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് PT ഗൺ ഹിൽ അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാർഗിൽ വാറിൽ യൂസ് ചെയ്തിരുന്നതാണ്. ബാറ്റിൽ ഓഫ് PT ഗൺ ഹിൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന മിസൈൽ ലോഞ്ചറാണ്. ഇതായി കാണാൻ പറ്റും. അന്ന് ബാറ്റിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു വലിയ എന്താ പറയുക മിസൈൽ ലോഞ്ചർ അവിടെ കാണാൻ പറ്റും. എന്താ എല്ലാണെന്ന് നോക്കി ഇതിങ്ങനെ ആ മിസൈൽ ലോഞ്ചർ നമുക്കങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെ എയിം ചെയ്തിട്ടായിരുന്നു അവരിങ്ങനെ അത് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാൻ പറ്റും.
സോ അതൊരു വലിയൊരു മിസൈൽ ലോഞ്ചർ ഇതാ ഇങ്ങനെ കാണാൻ പറ്റുന്ന. അമ്മേ എന്തൊരു വലിപ്പം നോക്കി അതിൻ്റെ ആ ഒരു ഇതിൽ. സോ ഇതാണ് ആ ഒരു ലോഞ്ചറാണ്, ലോഞ്ചറിൻ്റെ ഒരു കാഴ്ചയാണിതാ. അന്ന് വാറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണിതാ. ഇതൊക്കെ നമ്മൾ അന്ന് ഒരുപാട് നമ്മുടെ കുരുക്ഷേത്ര സിനിമയിലൊക്കെ ഒരുപാട് കണ്ടൊരു സംഭവമാണ് ഇതാ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലോഞ്ചറൊക്കെ നമ്മൾ കുരുക്ഷേത്ര മൂവിയിലൊക്കെ ഒരുപാട് കണ്ട, അന്നത്തെ മറ്റേ വാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വലിയ മിസൈൽ ലോഞ്ചേഴ്സ് ആയിരുന്നു കാണാൻ പറ്റും. പടുകൂറ്റൻ മിസൈൽ ലോഞ്ചേഴ്സ് ആയിരുന്നു. ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് പാകിസ്ഥാനെതിരെ. അതായത് നമുക്കറിയാം പാകിസ്ഥാൻ മലയുടെ മുകളിലായിരുന്നു അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. മലയുടെ മുകളിൽ നമ്മുടെ കാർഗിൽ ഹിൽസൊക്കെ, കാർഗിലിൻ്റെ മലമുകളിൽ ഇരുന്നിട്ടായിരുന്നു അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മലമുകളിലിരിക്കുന്ന ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ മെയിനായിട്ടൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റുക. എവിടെയെങ്കിലും നിശബ്ദത പാലിക്കുക എന്നുള്ളൊരു ബോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേറെ ബാഗും കാര്യങ്ങളൊന്നും. ഇത് ക്യാമറയുടെ ആക്സസറിയുടെ ബാഗ് മാത്രമാണ്. ഇതും അവിടെ എൻട്രി ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ കയറ്റിയതാണ്. അത് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്നത് കാണാൻ പറ്റും. സോ നമ്മുടെ ഓപ്പറേഷൻ വിജയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ബോർഡ് നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ ആയിട്ട് നമ്മുടെ എന്താ പറയുക, അമർ ജവാൻ ജ്യോതി ഇങ്ങനെ കത്തിച്ചെളിയുന്ന കാണാൻ പറ്റും. മുകളിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ ഉയർന്ന് പറക്കുന്നുണ്ട്. സോ നമുക്കിതിനകത്തോട്ട് കയറാം. എന്താ കാണാം, നമുക്കിവിടെ നമ്മുടെ അമർ ജവാൻ ജ്യോതി കാണാൻ പറ്റും. അതായത് നമ്മുടെ മരിച്ചുപോയ എല്ലാ ധീര ജവാന്മാരുടെയും പേരുകൾ കൊത്തിക്കൊണ്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള അമർ ജവാൻ, അതായത് എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അഗ്നിയുടെ അതവിടെ കാണാൻ പറ്റും. ഓപ്പറേഷൻ മുകളിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ ഉയർന്ന് പറക്കുന്നത് കാണാൻ പറ്റും. നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു അമർ ജവാൻ ജ്യോതിയിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അവിടെ നമുക്കിങ്ങനെ കയറുമ്പോഴത് ആ ജ്യോതി ഇങ്ങനെ കത്തി തെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും. അമർ ജവാൻ ജ്യോതി ചാനഹീമേ കാണാൻ പറ്റും. അമർ ജവാൻ ജ്യോതി ഇങ്ങനെ കത്തി തെളിയുന്നത് കാണാൻ പറ്റും മുകളിൽ. ഓപ്പറേഷൻ വിജയ്, ദിസ് ഈസ് ദ മൊമെൻറ്റ്. എന്താ പറയുക, എത്ര അഭിമാനമുള്ളൊരു ഒരുപാട് നിമിഷങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ അഭിമാനമുള്ളൊരു നിമിഷം. ഇവിടെ നിൽക്കുമ്പം ഭയങ്കര ഇമോഷണലായി പോവാണ്. എത്രത്തോളം എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകുന്നൊരു മൊമെൻറ്റ് തന്നെയാണിത്. അവിടെ നിന്ന് ഇതിങ്ങനെ നമുക്കിങ്ങനെ നടന്നിട്ടിങ്ങനെ പുറകിലോട്ട് വരുമ്പോഴും ഇവിടെ നമ്മുടെ ജീവത്യാഗം ചെയ്ത ഓരോ പട്ടാളക്കാരൻ്റെയും പേരുകളുടെ അവിടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ അമർ ജവാൻ ബിനീത് ദിസ് എർത്ത്, ദിസ് യങ് വാരിയേഴ്സ് സ്ലീപ്, ബിനീത് ദിസ് എർത്ത് യങ് വാരിയേഴ്സ് സ്ലീപ്. ഓരോ മരിച്ചുപോയ ഓരോ പട്ടാളക്കാരൻ്റെയും പേര് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഓരോ പേരുകളെന്താ നമുക്കവിടെ കാണാൻ പറ്റും. ഓരോ ജീവത്യാഗം ചെയ്ത ഓരോ പട്ടാളക്കാരൻ്റെയും പേരുകളാണ് ആ ശിലയിൽ. ഓരോ ശിലകളിലും നമുക്ക് തന്നെ കൊത്തി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. സഞ്ജയ് സിംഗ് ഒരുപാട് എന്താ പറയുക, ഏതാണ്ട് 527ഓളം വരുന്ന പട്ടാളക്കാരാണ്. ഏതാണ്ട് 527ഓളം വരുന്ന പട്ടാളക്കാരാണെന്ന് മരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ എല്ലാം പേരുകളുടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്കതിങ്ങനെ കാണാൻ പറ്റും. ഫുള്ളിങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് നമ്മുടെ ജീവത്യാഗം ചെയ്ത എല്ലാ ധീര ജവാന്മാരുടെയും പേരുകൾ ഇതിലിങ്ങനെ ശിലയിലിങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. ഇത്ര അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഇത്രയും ധീര ജവാന്മാർ നമുക്ക് വേണ്ടി ജീവത്യാഗം നടത്തി എന്നുള്ളതൊരു വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തോളം എന്താ പറയുക, സാക്രിഫൈസ് ചെയ്താണ് നമുക്ക് ഈ ഒരു കാർഗിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു ജീവത്യാഗം കൊണ്ടാണ്. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ സ്മരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ മരിച്ചുപോയ ധീര ജവാന്മാരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുള്ളൊരു ശില നമുക്ക് കാണാൻ പറ്റും. മുകളിലായിട്ട് നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നത് കാണാൻ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബിനീത് ദിസ് എർത്ത് യങ് വാരിയേഴ്സ് സ്ലീപ്, ഷഹീദോं की चिताओं पर लगेगा हम हर बरस में ले, वतन पर मरने वालों का यही बाकी निशान होगा. ഒരുപാട് നമ്മുടെ മരിച്ചുപോയതിൽ മലയാളീസിൻ്റെ ഒരുപാട് മലയാളികളുടെ പേരുമുണ്ട്. മലയാളി തമിഴിൻ്റെ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഒരുപാട് മരിച്ചുപോയ എല്ലാ ധീര ജവാന്മാരുടെ പേരുകൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇമോഷണൽ കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മുടെ ജവാൻ ജ്യോതി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മ്യൂസിയത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ
ഇതാണ് അവരുടെ മ്യൂസിയമാണ്. ഹണ്ട് ഓഫ് അവരുടെ ഒരു അതായത് ഇതിനകത്ത് ഫുള്ള് മ്യൂസിയമാണ്. പക്ഷേ ഇതിനകത്തുള്ള വീഡിയോഗ്രാഫീസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇതിനകത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ഇവരുടെ നമ്മുടെ പാകിസ്ഥാൻ ആർമിയുടെ നിന്ന് പിടിച്ചിട്ടുള്ള അവരുടെ കുറേ വെപ്പൺസും അവരുടെ റേഡിയോസും അതുപോലെ കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ, ഹെൽമെറ്റും എല്ലാ സാധനങ്ങളും അതിനകത്ത്, ബുള്ളറ്റ്സും എല്ലാ സാധനങ്ങളും പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ സാധനങ്ങളും ആ മ്യൂസിയത്തിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. സോ ഇനി നമുക്കിത് അങ്ങോട്ട് പോകും. അവിടെ നമ്മുടെ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേര് കൊത്തിയിട്ടുള്ള കുറേ ഇത് കാണാൻ പറ്റും. നമുക്കിന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ നമുക്കിത് ആ ഒരു വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരുകളൊക്കെ കൊത്തിയിട്ടുള്ള ഒരുപാട് ശിലകൾ ഇങ്ങനെ കാണാൻ പറ്റും. അവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഇതാ വെച്ചിരിക്കുന്ന ഒരു എന്താണ് ലൈറ്റ് സ്റ്റോൺസ് ഇവിടെ കാണാൻ പറ്റുന്ന ഫുള്ള് ഒരു ഭയങ്കര ഒരു രസമാണ്. ഫുള്ള് ഇവിടെ മരിച്ച ആൾക്കാരുടെ ഓരോ ധീരജവാന്മാരുടെയും പേര് കൊത്തിക്കൊണ്ടുള്ള ശിലകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ലൈറ്റ് സ്റ്റോൺസ് ഇവിടെ കാണാൻ പറ്റുന്ന. സോ ഇത് നമ്മുടെ പാകിസ്ഥാൻ ആർമിയുടെ നിന്ന് പിടിച്ചെടുത്ത എനിമി ഷെൽട്ടേഴ്സാണ് ഇതായി കാണുന്നത്. ടൈഗർ ഹില്ലിൽ നിന്ന് പിടിച്ചെടുത്ത പാകിസ്ഥാൻ ആർമിയുടെ ഷെൽട്ടേഴ്സാണ് ഇതായി കാണുന്നത്. കാണാൻ പറ്റും. ഇതിനകത്തൊക്കെ ഇവർ ഒളിച്ചിരുന്നിട്ടായിരുന്നു. മുകളിലെ ടൈഗർ ഹില്ലിൻ്റെ മുകളിൽ ഇവർ ഒളിച്ചിരുന്നിട്ടായിരുന്നു ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് അവിടെ കാണാൻ പറ്റില്ല. അവരുടെ ഷെൽട്ടേഴ്സായിരുന്നു ഇത് പിടിച്ചെടുത്ത, അവരുടെ പാകിസ്ഥാൻ ആർമിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഷെൽട്ടേഴ്സാണ് ഇതായി കാണുന്നത്. കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കാർഗിൽ വാറിനായിട്ട് ഉപയോഗിച്ച MiG-21 എയർക്രാഫ്റ്റാണ് ഇത് കാണാൻ പറ്റും. ഇവിടെ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നമുക്കായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇത് നമ്മുടെ കാർഗിൽ വാറിൽ യൂസ് ചെയ്ത MiG-21 ഫ്ലൈറ്റാണ് ഈ കാണുന്നത്. കാർഗിൽ വാറിൽ യൂസ് ചെയ്ത MiG-21 ഫ്ലൈറ്റാണ് നമുക്ക് ഈ ഒരു വാർ മെമ്മോറിയൽ കാണാൻ പറ്റുന്ന അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ. ഇതിപ്പോൾ MiG-21 നമുക്കറിയാം റഷ്യയുടെ നിന്ന് യൂസ് ചെയ്യുന്നൊരു ഫ്ലൈറ്റാണ്. റഷ്യയുടെ അടുത്ത് നിന്ന് യൂസ് ചെയ്യുന്ന ഫ്ലൈറ്റാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. നമുക്കറിയാം നമ്മുടെ ആ ഒരു MiG-21 നമ്മുടെ കാർഗിൽ വാറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കാർഗിൽ വാറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് MiG-21 ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിലറീസും ഒക്കെ ഒരു ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയൊക്കെ സംയുക്തമായിട്ടായിരുന്നു നമ്മുടെ കാർഗിൽ ഹിൽസിൽ പാകിസ്ഥാൻ ആർമി കയറിയ സമയത്ത് അവരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാർഗിൽ തിരിച്ച് കിട്ടിയത്. സോ എല്ലാ ഇന്ത്യൻ ജവാന്മാരെയും സല്യൂട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇനി എന്തായാലും എൻ്റെ ലഡാക്ക് യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും തിരിച്ച് പോകുന്നത്. ഇവിടെ നിന്ന് ഡൽഹി ഓൾമോസ്റ്റ് ഡൽഹി വരെയും ലിഫ്റ്റ് അടിച്ചിട്ട് പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ലഡാക്ക് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പോകാനുള്ളൊരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് മറ്റൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ലഡാക്ക് യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രാജേഷ് രാജൻ സൈനിങ് ഓഫ്. ബൈ. ജയ് ഹിന്ദ്.